കർത്താവിന്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഏവർക്കും പ്രഭാത വന്ദനങ്ങൾ. ഇന്നത്തെ ചിന്തയ്ക്കായി എഫേസ്യ ലേഖനം 3-ാം അധ്യായത്തിലെ 18-ാമത്തെ വാക്യമാണ്. അവിടെ 2-3 പദങ്ങൾ മാത്രം നമ്മുടെ പ്രഭാത ചിന്തയ്ക്ക് വേണ്ടി എടുക്കുന്നു. ദൈവസ്നേഹത്തിന്റെ വീതിയും നീളവും ആഴവും ഉയരവും എന്ന് നാം തിരിച്ചറിയുവാൻ അപ്പോസ്തലനായ പൗലോസ് പ്രാർത്ഥിക്കുന്നു. പൗലോസിന്റെ പ്രാർത്ഥനയാണ് 3-ാം അധ്യായം 14 മുതലുള്ള വാക്യങ്ങളിൽ. അവിടെ വിശുദ്ധന്മാർ അറിയേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വസ്തുത, നിങ്ങൾ ദൈവസ്നേഹത്തിന്റെ നീളവും വീതിയും ഉയരവും ആഴവും എന്ത് എന്ന് സകല വിശുദ്ധന്മാരോടും കൂടെ ഗ്രഹിപ്പാൻ നാം പ്രാപ്തരാകണമെന്ന് അപ്പോസ്തലൻ ആഗ്രഹിക്കുന്നു. ദൈവസ്നേഹത്തിന്റെ വീതി എന്താണ്? ഇപ്പോൾ എല്ലാവരും മാനസാന്തരപ്പെടണമെന്നുള്ള പിതാവിന്റെ കൽപ്പനയാണ് ദൈവസ്നേഹത്തിന്റെ വീതി. ആരും നശിച്ചു പോകരുത്, എല്ലാവരും മാനസാന്തരം. ഇപ്പോൾ എല്ലാവരും, അതിന് ജാതിയെന്നോ മതമെന്നോ ഭാഷമെന്നോ വംശമെന്നോ നിറമെന്നോ ഗോത്രമെന്നോ ഒന്നുമില്ലാതെ എല്ലാവരും ദൈവത്തിലേക്ക് തിരിയുക, മാനസാന്തരപ്പെടുക, മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുക. ദൈവസ്നേഹത്തിന്റെ നീളം എന്ന് പറയുന്നത് നിത്യത മുതൽ നിത്യത വരെ. അവിടെ സമയങ്ങൾ അവസാനിക്കുന്നില്ല, സമയത്തിന് ആരംഭമില്ല, അവസാനമില്ല. നാം ദൈവത്തിന്റെ സ്നേഹത്തിൽ വസിക്കുന്ന ഭൂമിയിലാണ് വിശ്വാസ പ്രത്യാശയ്ക്ക് വേണ്ടിയത്. എന്നാൽ നിത്യതയിൽ ആ ദൈവ കുഞ്ഞാടിനെ അവന്റെ മഹത്വം കണ്ട് അർക്കപ്പെട്ട ദൈവ കുഞ്ഞാടെ അങ്ങ് യോഗ്യൻ എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാ ബഹുമാനവും സ്തുതിയും പുകഴ്ചയും ആരാധന എല്ലാം കർത്താവിന് അർപ്പിക്കുന്ന ആരാധന, ദൈവസ്നേഹത്തിന്റെ ആരാധന. അവിടെ നാം കർത്താവിനെ സ്നേഹിക്കുകയാണ്, മുഖം കണ്ട് ആരാധിക്കുകയാണ്. നിത്യതയിലും സ്നേഹമാണ്. അതാണ് ദൈവസ്നേഹത്തിന്റെ നീളം, ദൈവസ്നേഹത്തിന്റെ ആഴം. അത് സ്വർഗത്തിൽ നിന്ന് പാപിയായി എന്നെ തേടി ഈ തണലോകത്തിലേക്ക് വന്ന സ്വർഗീയ മഹിമകളെ വെടിഞ്ഞ് ദൈവത്തോട് സമത്തെ മുറുകെ പിടിക്കണമെന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്ത് തന്നെത്താൻ താഴ്ത്തി ക്രൂശിന്റെ മരണത്തോളം അനുസരണമുള്ളവനായ കർത്താവായ യേശു ഞാനും നിങ്ങളും നാശകരമായ കുഴിയിലും കുഴിഞ്ഞ ചേറ്റിലും കിടന്നപ്പോൾ അവിടേക്ക് കടന്നു വന്ന് അവന്റെ വലങ്കരം നീട്ടി എന്നെ പിടിച്ച് ഇപ്പോൾ ദൈവസ്നേഹത്തിന്റെ ഉയരം എന്താണ്? അത് നമ്മെ സ്വർഗസ്ഥലങ്ങളിൽ ഇരുത്തിയിരിക്കുകയാണ്. എഫേസ്യ ലേഖനം 2:1 പറയുന്നു, അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്നു നമ്മെ ഉയർപ്പിച്ചിപ്പോൾ പുത്രൻ പിതാവിന്റെ വലത്തുഭാഗത്ത്, പുത്രന്റെ വലത്തുഭാഗത്ത് എന്നെ ഇരുത്തിയിരിക്കുന്നു. I am also seated with Christ in the heavenlies. ഇപ്പോൾ ഞാൻ ആത്മാവിൽ ക്രിസ്തുവിനോടുകൂടെ സ്വർഗസ്ഥലങ്ങളിലും. ഇപ്പോൾ ഞാൻ ഭൂമിയിലാണ്, അതേ സമയത്ത് തന്നെ ഭൂമിയിൽ എന്റെ ആത്മാവോടുകൂടെ ക്രിസ്തു എന്റെ ഉള്ളിലും. മഹത്വത്തിന്റെ പ്രത്യാശ ക്രിസ്തു നിങ്ങളുടെ ഉള്ളിലിരിക്കുന്നു. അതൊരു വെളിപ്പാടാണ്. ഈ ദൈവസ്നേഹത്തിന്റെ വീതിയും നീളവും ഉയരവും ആഴവും അറിയണം. അതാണ് അപ്പോസ്തലൻ നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടാണ് ദൈവസ്നേഹത്തെ കുറിച്ച് പറയുമ്പോൾ God's love is so great. ദൈവം നമ്മെ സ്നേഹിച്ച അത്ര വലിയ സ്നേഹം, കരുണാസമ്പന്ന ദൈവം നമ്മെ സ്നേഹിച്ച മഹാസ്നേഹം. അതിന് വേറെ വാക്കുകളൊന്നും പറയുന്നില്ല, മഹാസ്നേഹം. God's love is so great. അത് കൂട്ടുകാരെ സ്നേഹിക്കുന്ന പോലല്ല, വീട്ടുകാരെ സ്നേഹിക്കുന്ന പോലല്ല. ആ സ്നേഹത്തിന്റെ പ്രത്യേകത എന്താണ്? നാം പാപികളായിരുന്നപ്പോൾ, നാം ശത്രുക്കളായിരുന്നപ്പോൾ, നാം അഭക്തരായിരുന്നപ്പോൾ, നാം ബലഹീനരായിരുന്നപ്പോൾ, നാം എന്നേക്കുമായി ദൈവിക വ്യവസ്ഥയിൽ നിന്ന് അന്യപ്പെട്ട് ജീവിച്ചിരുന്നപ്പോൾ, മുമ്പേ നിങ്ങൾ മനോവികാരങ്ങൾക്കും ജഡത്തിന്റെ ഇച്ഛകൾക്കും പ്രകൃതിയാൽ കോപത്തിന് മക്കളായിരുന്നപ്പോൾ നമ്മെ സ്നേഹിച്ച ക്രിസ്തുവിന്റെ മഹാസ്നേഹം. റോമാലേഖനം 8:37 പറയുന്നു, നമ്മെ സ്നേഹിച്ച ഒരു മുഖാന്തരം നാം ഇതിലൊക്കെയും പൂർണ്ണ ജയം. വിശ്വാസ ജീവിതത്തിൽ എന്തൊക്കെ സംഭവിച്ചാലും എനിക്ക് നിങ്ങൾക്ക് ഒരു കാര്യത്തിൽ ഉറപ്പുണ്ട്, നമ്മെ സ്നേഹിക്കുന്ന ഒരു കർത്താവ്, ഇന്നും സ്നേഹിക്കുന്ന ഒരു കർത്താവ് നമുക്ക് വേണ്ടി ഉണ്ട്. അതുകൊണ്ട് എന്തെല്ലാം വേദനകളും യാതനകളും നിരാശകളും കൊടുങ്കാറ്റുകളും പ്രതിസന്ധികളും പ്രതികൂലങ്ങളും പ്രലോഭനങ്ങളും പരീക്ഷകളും ജീവിതത്തിൽ എന്തെല്ലാം ക്ലേശങ്ങളും കഷ്ടങ്ങളും ദുരിതങ്ങളും ദുഃഖങ്ങളും ഒക്കെ നമുക്കുണ്ടായാലും അതൊക്കെ താൽക്കാലികമാണ്, നിലനിൽക്കുന്നതല്ല. എന്നെ സ്നേഹിക്കുന്ന ഒരു കർത്താവ് എനിക്ക് വേണ്ടി ഉണ്ടെന്നുള്ള ഒരു വെളിപ്പാട്. ആ വെളിപ്പാട് നിങ്ങളെ വ്യത്യസ്തരാക്കി തീർക്കും. ഞാൻ ഒരു കാര്യം പറയട്ടെ പ്രിയമുള്ളവരെ, വെളിപ്പാടില്ലാത്ത ഒരു ആത്മീയ അനുഭവങ്ങളിൽ നിങ്ങൾക്ക് നിങ്ങളുടെ കണ്ണ് കുരുടായിരിക്കും. വെളിപ്പാടുകൾ നിങ്ങളെ എപ്പോഴും ആത്മലോകവുമായി ബന്ധപ്പെടുത്തും, നിത്യതമായി നിങ്ങളെ കണക്ട് ചെയ്യും. നിത്യത കാണാത്തവർ ഈ ലോകത്തിന്റെ വേദനകളും കഷ്ടങ്ങളും ഇല്ലായ്മകളും ബുദ്ധിമുട്ടുകളും ഞെരുക്കങ്ങളും സങ്കടങ്ങളും ദാരിദ്ര്യവും ഒക്കെ പറഞ്ഞുകൊണ്ടേയിരിക്കും. അത് ഈ ലോകത്തിന്റെ ഒരുപക്ഷെ യാഥാർത്ഥ്യങ്ങളാണ്. പക്ഷെ ഒരു ആത്മീകൻ അവൻ നിത്യതയെ ഫോക്കസ് ചെയ്തുകൊണ്ട് അവൻ ജീവിക്കുന്നു. അതുകൊണ്ടാണ് 1 യോഹന്നാൻ ലേഖനം 3:1 പറയുന്നു, കാണുന്ന ദൈവമക്കൾ എന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് നമുക്ക് എത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു, എത്ര വലിയ സ്നേഹം. 1 യോഹന്നാൻ 3:16 പറയുന്നു, ക്രിസ്തു നമുക്ക് വേണ്ടി പ്രാണനെ വെച്ചു കൊടുത്തതിനാൽ സ്നേഹം എന്തെന്ന് നമ്മളോട് പ്രദർശിപ്പിച്ചത്. പ്രിയമുള്ളവരെ, ഈ സ്നേഹം ഇന്ന് പ്രഭാതത്തിൽ നിങ്ങൾ അറിയാതെ പോകരുത്. ആ സ്നേഹത്തിൽ വസിക്കുവാൻ ആ യേശു സ്നേഹമാണ്. ആ സ്നേഹത്തിൽ നിങ്ങൾ കർത്താവിനോട് കൂടെ ദൈവസ്നേഹത്തിന്റെ അനുഭവങ്ങളിൽ പങ്കാളികളായി ജീവിക്കണമെന്ന്
അപ്പോസ്തലൻ നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. കർത്താവിന് മാത്രമേ നിങ്ങളെ ഇപ്രകാരം നിങ്ങൾ ആയിരിക്കുന്ന അവസ്ഥ നിങ്ങളെ സ്നേഹിക്കാൻ കഴിയത്തുള്ളൂ. നിങ്ങൾ ഒന്നും പ്രതീക്ഷിക്കാതെ നിങ്ങളുള്ള അവസ്ഥയിൽ യാതൊരു വ്യവസ്ഥകളും കൂടാതെ അഭക്തരെ നീതീകരിച്ച ദൈവത്തിന്റെ സ്നേഹം, പാപികളെ സ്നേഹിക്കുന്ന കർത്താവിന്റെ സ്നേഹം, നിങ്ങൾക്ക് ന്യായമായി ലഭിക്കേണ്ടത് ശിക്ഷാവധിയായിരുന്നു, യാതന സ്ഥലമായിരുന്നു, അല്ലെങ്കിൽ നിത്യനരകമായിരുന്നു, എരിയുന്ന തീപ്പകയാണ്, നിത്യദണ്ഡനത്തിന് അവകാശികളായി തീരേണ്ടതാണ്. പക്ഷെ ഇന്ന് ഞാൻ സ്വർഗീയ പറുദീസയ്ക്ക് ഓഹരിക്കാരനായി തീർന്നു. അവിടെയാണ് ഈ ദൈവസ്നേഹത്തിന്റെ മാഹാത്മ്യത്തെ നാം മനസ്സിലാക്കേണ്ടത്. ആ സ്നേഹത്തെക്കുറിച്ച് വിശുദ്ധ തിരുവഴുത്തുകൾ പറയുന്നത് ഇപ്രകാരമാണ്: God's love is unconditional. God's love is eternal. God's love is sacrificial. അത് ത്യാഗപൂർണമാണ്, അത് നിത്യമാണ്, അത് വ്യവസ്ഥകളില്ലാത്തതാണ്. അങ്ങനെ സ്നേഹിക്കുവാൻ ഈ ലോകത്തിൽ ആർക്കും കഴിയത്തില്ല. പ്രിയമുള്ളവരെ, ഇന്ന് പകർക്കാലം ആ ദൈവസ്നേഹം തിരിച്ചറിയുവാൻ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ. ഗോഡ് ബ്ലസ് യു. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.